അമ്മക്ക് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? അമ്മ ഏകദേശം 137 കിലോ ഭാരം എത്തിയ സമയത്ത് പരിപൂർണമായിട്ടും ബെഡ്രിഡൻ ആയിപ്പോയി. 137 കിലോന്ന് 94 കിലോയിലേക്ക് മാറി. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നത്? ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത മാനുഫാക്ചറിംഗ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്റെ മകൾക്ക് 2 വയസ്സ് തൊട്ട് ഇത് തന്നെയാണ് കൊടുക്കുന്നത്. വേറെ കുറുക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം 3.5 വയസ്സ് കഴിയുന്നു. ഇപ്പൊ ക്യാൻസർ പോലത്തെ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആളാണ്. അവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. ഇത് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരു തവണ വാങ്ങിച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. F0 എന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാലോടിനടുത്ത് നന്ദിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ഈ കാണുന്ന ഹിന്ദുസ്ഥാൻ വൈറ്റൽസിലാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണം ഉണ്ടല്ലോ, അത് ചെറിയ സാഷ പാക്കറ്റിലാക്കിയിട്ട് നമ്മുടെ കൈകളിലേക്ക് ഇതേപോലെ എത്തിച്ചു തരുന്ന ഒരു 3 ചെറുപ്പക്കാർ. യഥാർത്ഥ ഫുഡ് എന്താണോ അത് നമ്മുടെ കൈകളിലേക്ക് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ എത്തിച്ചു തരുന്ന ഒരു കമ്പനി. എന്താ നമുക്ക് കാണണ്ടേ? ഹിന്ദുസ്ഥാൻ വൈറ്റൽസിന്റെ വിശേഷങ്ങളിലേക്ക്. ഹിന്ദുസ്ഥാൻ വൈറ്റൽസിന്റെ പാർട്ട്നേഴ്സ് ആണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. അനൂജ്, അഥവാ അനൂപ്, അജിൻ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട്? 6 വർഷമായി ഞങ്ങളുടെ മനസ്സിലുള്ളൊരു ആശയമാണ് സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽസോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കെമിക്കൽ ആയിട്ടുള്ള ഫില്ലേഴ്സോ ഒന്നുമില്ലാത്ത ഓൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. ശരിക്കും ഇത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അമ്മക്ക് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? അമ്മ ആക്ച്വലി ഓവർ വെയിറ്റ് ആയിരുന്നു. അമ്മ ഏകദേശം 137 കിലോ ഭാരം എത്തിയ സമയത്ത് അമ്മ പരിപൂർണമായിട്ടും ബെഡ്രിഡൻ ആയിപ്പോയി. 137 കിലോ 137. അപ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്വന്തമായിട്ട് എഴുന്നേക്കാനോ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാനോ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് പോയി. അപ്പോൾ നമുക്ക് നോർമലി അങ്ങനെ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നോർമലി നമുക്ക് പരിചയമുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കാൻ കഴിയും അമ്മയെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ള ഞങ്ങളുടെ ആലോചനയാണ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ഞങ്ങൾ എത്താനുള്ള കാര്യം. അമ്മ ഈ 137 കിലോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് ടൈപ്പ് 2 ഡയബറ്റിക് ആയിരുന്നു. 380 ഏകദേശം 300-350 ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിൽക്കുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയും വെയിറ്റ് കുറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ഗ്ലൂക്കോസ് ലെവൽ നോർമലായി. ഡയബറ്റീസ് ആക്ച്വലി റിവേഴ്സ് ആയി. എത്ര വെയിറ്റ് കുറഞ്ഞു? നിലവില് 94 കിലോസിലോട്ട് അമ്മ എത്തി. 137 കിലോന്ന് 94 കിലോയിലേക്ക് മാറി. തീർച്ചയായിട്ടും. ഓക്കെ, ഇനി എനിക്ക് കാണേണ്ടതും അറിയേണ്ടതോ, നിങ്ങൾ ഈ പ്രോഡക്റ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, നിങ്ങളുടെ പ്രോസസ് രീതിയാണ്, നമുക്ക് അതിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നെല്ലിക്ക, റാഗി, കാഷ്യൂനട്ട്, ചിയാ സീഡ്, മുരിങ്ങ ലീഫ്, കോൺ, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഓട്സ്. ഇത് കൂടാതെ ആരോ റൂട്ടും കൂടെ നമ്മുടെ പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. പ്രധാനമായും നമ്മൾ ഫാമേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യുന്നത്. ഈ നെല്ലിക്കയുടെയും റാഗിയുടെയും കാര്യം പറയുമ്പോൾ ഞങ്ങൾ PhD ചെയ്യുന്നത് എത്നോ ബൊട്ടാണിയിലാണ്. ഞാൻ എത്നോ ബൊട്ടാണിക്കൽ ഡോക്യുമെന്റേഷൻ മുതുവാൻ ട്രൈബും, അനൂജ് ചേട്ടൻ എത്നോ ബൊട്ടാണിക്കൽ ഡോക്യുമെന്റേഷൻ കാണി ട്രൈബും. അപ്പോൾ മുതുവാൻ ട്രൈബ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് റാഗി എന്ന് പറയുന്നത്. അവർക്ക് അതിൽ നാഷണൽ അവാർഡ് കിട്ടിയതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന നെല്ലിക്ക എന്ന് പറയുന്നത് കാട്ടു നെല്ലിക്ക തന്നെയാണ്. അതുപോലെ നമ്മുടെ കാഷ്യൂനട്ട് ആണെങ്കിൽ കൊല്ലത്ത് നിന്നാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ ഫാമേഴ്സിന്റെ നിന്ന് ഡയറക്റ്റ് പെസ്റ്റിസൈഡ്സ് ഫ്രീ ആയിട്ടുള്ള സർട്ടിഫിക്കേഷനോട് കൂടിയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീഹൈഡ്രേറ്റ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു, റോസ്റ്റ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നു. ഓരോ ഇൻഗ്രീഡിയന്റിനും ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചറിനകത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഡീഹൈഡ്രേഷനും റോസ്റ്റിംഗും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ ഡീഹൈഡ്രേറ്റ് ആൻഡ് റോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനുശേഷം നേരെ ഇങ്ങോട്ടാ പോകുന്നത്. ഇത് നമ്മൾ അടുത്ത് ഗ്രൈൻഡ് ചെയ്യുന്നു. അത് നമ്മൾ പൊടിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പൗഡർ ആക്കി എടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സമയം കണ്ടെത്തി നമ്മൾ 100-ൽ പരം ഇൻഗ്രീഡിയൻസ് ടെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ 12 ഇൻഗ്രീഡിയന്റിലേക്ക് എത്തിയിരിക്കുന്നത് പോലും. നിങ്ങൾ സമയം എടുത്തു ഇതിനു വേണ്ടിയിട്ടല്ലേ? ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് എത്തപ്പെട്ടത്. നിങ്ങൾ ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നത്? ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത മാനുഫാക്ചറിംഗ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന റൂം ഡീഹ്യൂമിഡിഫൈഡ് ആണ്. അതായത് ആർട്ടിഫിഷ്യലി അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ഈർപ്പം മുഴുവൻ വലിച്ചെടുക്കുന്നു. ഒരു പ്രൊഡക്റ്റ് പൂത്തു പോകാനുള്ള കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോൾഡ് വരാനുള്ള കാര്യം അന്തരീക്ഷത്തിലുള്ള ഈർപ്പവും വലിയൊരു കോൺട്രിബ്യൂട്ടറാണ്. ആ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറിനെ ഞങ്ങൾ അങ്ങ് നീക്കം ചെയ്യുന്നു. അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കിങ്ങിന് തൊട്ട് മുമ്പ് UV റൈസ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ബൾക്ക് പ്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ എളുപ്പത്തിന് വേണ്ടി പ്രിസർവേറ്റീവ്സ് ചേർത്താൽ ഇതിനൊരു ഗുണമില്ലാതായി പോകും. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ആരൊക്കെയാണ്? അതിൻ്റെ ഒരു സയന്റിഫിക് സൈഡ് പറയുകയാണെങ്കിൽ
പ്രത്യേകിച്ച് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നം വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണമാണ്. കാര്യം വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണം ഹാൻഡിൽ ചെയ്യാനാണ് ശരീരത്തിന് പാട്. വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് മിക്സ് ആകുന്ന ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ ശരീരം ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ റെപ്രിക്കേഷൻസ് ആയിട്ട് നമുക്ക് എക്സസീവ് ആയിട്ടുള്ള ക്ഷീണം, അങ്ങനെ പല 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 കാര്യങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കും. നമ്മളത് അറിയാതെ നമ്മളിതൊക്കെ കൊണ്ടു നടക്കുകയാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ പല 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 ഘട്ടങ്ങൾ നമ്മൾ അറിയാതെ കൊണ്ടു നടക്കുമ്പോഴാണ് ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളിലേക്ക് പോകുന്നത്. അപ്പം നമ്മളവിടെ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ചോറിലേക്ക് ഉള്ള ഗ്ലൂക്കോസ് കണ്ടന്റ് മാത്രമുള്ളൊരു ഭക്ഷണം ഒരാൾ വൈകുന്നേരം അയാൾക്ക് കഴിക്കാൻ കഴിഞ്ഞാലോ, അതും വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷണം. അതേപോലെ വല്ലാതെ പ്രയാസമുള്ള അസുഖമുള്ള ആൾക്കാർ, ഇപ്പൊ ക്യാൻസർ പോലത്തെ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും ട്യൂമർ ബാധിതരായിട്ടുള്ള ആളുകളോട് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് നിങ്ങൾ പഞ്ചസാര ഇൻടേക്ക് ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ പഞ്ചസാര എന്ന് പറയുന്നത് സയന്റിഫിക്കലി ഈ ക്യാൻസറിനോ അല്ലെങ്കിൽ ട്യൂമറിനോ ഒക്കെ വളമിട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ ഡയബറ്റിക് അല്ലല്ലോ കഴിച്ചുകൂടെ, പക്ഷെ അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഇങ്ങനെ ഉള്ള അസുഖങ്ങളിലേക്ക് പോകുന്ന ആളുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഏറ്റവും കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് മാത്രം ചേർത്ത് മിനിമലി ഏറ്റവും കുറവുള്ള രീതിയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്? തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു ഭക്ഷണമായിട്ട് അവർ കഴിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒരു ഫാക്ടറാണ്. പലരും ബാത്റൂമിലിരുന്ന് രാവിലെ സ്ട്രഗിൾ ചെയ്യും, പക്ഷേ പുറത്ത് അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എളുപ്പത്തിൽ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫൈബറുള്ള നല്ല പോഷക ഗുണങ്ങളുള്ള ഭക്ഷണമാണ് അതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ. ഇനി എനിക്ക് അറിയേണ്ടത്, എത്ര വയസ്സ് മുതൽ ആൾക്കാർക്ക് ഇത് കഴിച്ചു തുടങ്ങാം? നമുക്ക് ഇത് 2 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള എല്ലാ പേർക്കും ഇത് കഴിച്ചു തുടങ്ങാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആക്ച്വലി പറയുകയാണെങ്കിൽ എൻ്റെ മകൾക്ക് 2 വയസ്സ് തൊട്ട് ഇത് തന്നെയാണ് കൊടുക്കുന്നത്. വേറെ കുറുക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പം 3.5 വയസ്സ് കഴിയുന്നു. ഇത് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്? എത്ര സാഷ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കണക്ക് ഇതിൽ പറയുന്നുണ്ടോ? ഇത് മുതിർന്ന ഒരാൾക്കാണെങ്കിൽ ഇത് 1 സാഷയാണ് ഒരു നേരം ഉപയോഗിക്കേണ്ടത്. ഇത് ഒരു സാഷയായിട്ട് ഇത് 1 സാഷ ഒരു നേരം ഒരാൾക്ക് കഴിക്കുക. അതിന് 1 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഈ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. അത്രേ ഉള്ളൂ. നമുക്കൊരു ചെറിയൊരു കുറുക്കുണ്ടാക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ കുട്ടിയൊക്കെ ആണെങ്കിൽ ചെറിയ പനങ്ങൾക്കുണ്ടോ ശർക്കരയോ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ഒരു ചെറിയൊരു പായസം കുടിക്കുന്ന പോലെ അവർക്ക് നല്ലൊരു ഹെൽത്തി ഫുഡ് അവർ നല്ല ഇഷ്ടമായിട്ട് അവർ കഴിച്ചോളൂ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്തായാലും നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് സപ്പോർട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടുന്ന് സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുമാരുടെ ഉപദേശങ്ങളും അവരുടെ അഡ്വൈസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഞാനും അജിനും വർക്ക് ചെയ്യുന്നത് ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ പാലോടാണ്. ആക്ച്വലി അവിടെയുള്ള സയന്റിസ്റ്റുമാരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇനി എനിക്ക് ഫൈനലായിട്ട് എനിക്ക് അറിയേണ്ടത്, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്? ഷോപ്പുകൾ വഴിയാണോ അല്ലെങ്കിൽ ഓൺലൈനിലാണോ? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ് വഴിയാണ്. എന്താണ് വെബ്സൈറ്റിന്റെ പേര് വരുന്നത്? ഹിന്ദുസ്ഥാൻ വൈറ്റൽസ് ജസ്റ്റ് അടിച്ചു. അതെ, ഡയറക്റ്റ് നമ്മളെ വെബ്സൈറ്റിൽ പോകും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വാട്സാപ്പ് വഴിയാണ്. നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി. ബാക്കിയുള്ള ഞങ്ങൾ അവരെ ബന്ധപ്പെടും. ഡയറക്റ്റ് നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അവർക്ക് കൊറിയർ ചെയ്യുന്നത്. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഡെലിവറി ചാർജ് വരുന്നത്. ഞങ്ങളിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കേരളത്തിനകത്താണെങ്കിൽ വിത്തിൻ 2 days 3 days തന്നെ എത്തുന്നുണ്ട്. പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ചെറിയ ചൂടോടുകൂടി കുടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയോ ഇത്രയും പൗഡേഴ്സ് ഇതൊക്കെ ചേർന്നുകൊണ്ട് നമുക്കൊരു പേടി ഉണ്ടാവും അല്ലേ, ഇത് കൃത്യമായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു തവണ വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളത് എന്താ പറയുക ഇതേപോലുള്ള പ്രോഡക്റ്റൊക്കെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. ഇത്രയാണ് ഹിന്ദുസ്ഥാൻ വൈറ്റൽസിന്റെ ഹെർബ ഗ്രീൻ ന്യൂട്രി മിക്സിന്റെ വിശേഷങ്ങൾ. നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിരിക്കുന്നല്ലേ. ഇവർ 3 പേരും ചേർന്ന് കൊണ്ട് ഇത്രയും നല്ലൊരു ഫുഡ്, ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തവണ വാങ്ങിച്ച് കഴിച്ചവര് നിരന്തരം വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന കഥകളൊക്കെയാണ് ഇവിടെ വന്ന സമയത്ത് അറിഞ്ഞിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.